നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കൂട്ടം അസുഖങ്ങളാണ് നട്ടലിന് വരുന്ന അല്ലെങ്കിൽ സ്പൈനിന് വരുന്ന അസുഖങ്ങൾ എന്ന് പറയുന്നത്. ആളുകൾ വന്നിട്ട് പറയുന്നത് കുറച്ചു നേരം നിൽക്കുമ്പോഴത്തേക്കും വല്ലാതെ നടുവിന് വേദന വരിക, അത് കാലിലേക്ക് ഇറങ്ങി വരുന്ന പോലെ തോന്നുക, അല്ലെങ്കിൽ ചുമക്കുമ്പോഴ് അല്ലെങ്കിൽ തുമ്മുമ്പോഴൊക്കെ പെട്ടെന്ന് ഒരു ഷോക്ക് അടിക്കുന്ന പോലെയുള്ള ഒരു ഫീല് കാലിലേക്ക് വരിക, അല്ലെങ്കിൽ കൈയിലേക്ക് വരിക, അങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ അസുഖം വരാതിരിക്കാനായിട്ട് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. കൂടുതലായിട്ടുള്ള പൊണ്ണത്തടിയിലേക്ക് പോകാതെ അല്ലെങ്കിൽ വയറ് വലുതായിട്ട് കൂടുതലായിട്ട് വരാതെ ഇരിക്കാനുള്ള കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യമാണ് കൃത്യമായിട്ട് മസിൽസിന് സ്ട്രെച്ചിങ്ങും സ്ട്രെങ്തനിങ്ങും കൊടുക്കുക എന്നുള്ളത്. നെക്ക് മസിൽസിനും അതേപോലെ നടുവിന്റെ മസിൽസിനും സ്ട്രെച്ചിങ് എക്സസൈസും സ്ട്രെങ്തനിങ് എക്സസൈസും നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ശീലമാക്കി മാറ്റേണ്ടതുണ്ട്. ഇന്ന് ജോലി ചെയ്യുന്ന ആളുകൾ ഒരു കൃത്യമായ ഇടവേളകളിൽ ബ്രേക്ക് എടുത്തുകൊണ്ട് മാത്രം ജോലി തുടരുക എന്നുള്ളത്. ഓരോ മണിക്കൂറിലും ഇടവേളകൾ എടുത്തുകൊണ്ട് നമ്മുടെ മസിൽസ് ഒന്ന് ഫ്രീ ആക്കാനും ഒന്ന് സ്ട്രെച്ച് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സമയം കണ്ടെത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്താണെങ്കിലും ഗുഡ് പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക. കൃത്യമായിട്ടല്ല അത് ഒടിഞ്ഞു തൂങ്ങിയോ അല്ലെങ്കിൽ സപ്പോർട്ട് ഇല്ലാതെയോ വളരെ കുഷനുള്ള സോഫയിലൊക്കെ കിടന്നുകൊണ്ട് കഴുത്ത് മാത്രം പൊക്കി വെച്ചുകൊണ്ടിരുന്നൊക്കെ ടി വി ഒക്കെ കാണുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. നമ്മുടെ സ്പൈൻ എപ്പോഴും സപ്പോർട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റർ കൊണ്ടുപോകുക. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട, പക്ഷെ നമ്മൾ അധികമാരും പറഞ്ഞു കേൾക്കാത്ത ഒരു കാര്യമാണ് ഈ നീർക്കെട്ട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. അതായത് പാൽ ഉൽപ്പന്നങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നത്, അതേപോലെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുന്നത്, അതേപോലെ റിഫൈൻഡ് ഷുഗർ, അതായത് നമ്മുടെ മിഠായികൾ അല്ലെങ്കിൽ ഐസ്ക്രീം, അങ്ങനെയുള്ള റിഫൈൻഡ് ഷുഗർ കൂടുതലായിട്ട് വരുന്ന ഫുഡ് കഴിക്കുന്നത്, അങ്ങനെയുള്ളത്, അതേപോലെ റെഡ് മീറ്റ് കൂടുതലായിട്ട് കഴിക്കുന്നത്, ഇതൊക്കെ ഒഴിവാക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള നീർക്കെട്ട് വരുന്നതിനെ ഒഴിവാക്കാനായിട്ട് സഹായിക്കും. അത് നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പുകവലി എന്ന് പറയുന്ന ഒരു ശീലം ഒരിക്കലും നമ്മൾക്ക് ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ പുകവലിക്കുന്നതില്ല, ഈ നിക്കോട്ടിൻ എന്ന് പറയുന്നതാണ് നമ്മൾ പുകവലിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് നമ്മുടെ ബ്ലഡിലേക്ക് എത്തുന്ന ഒരു കെമിക്കൽ എന്ന് പറയുന്നത്. ഇതൊരു വാസോ കൺസ്ട്രിക്ടർ ആണ്, അതായത് ബ്ലഡ് വെസൽസിനെ അത് ചുരുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ നട്ടലിലേക്കും ഡിസ്കിലേക്കും ഒക്കെയുള്ള ബ്ലഡ് സപ്ലൈ കുറയുകയും അതിനവിടേക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളും വാട്ടർ കണ്ടന്റും ഒക്കെ കുറയുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ നട്ടലിന്റെ ആരോഗ്യത്തെ വളരെയധികം മോശമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പുകവലി ഉപേക്ഷിക്കുക. കൂടുതൽ വെയിറ്റ് എടുത്ത് ജോലികൾ ചെയ്യുന്ന ആളുകൾക്ക് കൂടുതലായിട്ടും കാണുന്ന ഒരു അസുഖമാണ് ഡിസ്കിന് വരുന്ന ബൾജ് അല്ലെങ്കിൽ ഡിസ്ക് പ്രൊട്രൂഷൻ എന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വെയിറ്റ് എടുക്കുന്ന സമയത്ത് അതിന്റെ ഒരു ഇഫക്റ്റ് നമ്മുടെ നട്ടലിലേക്ക് വരാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ കെയർ കൊടുക്കുക എന്നുള്ളതാണ്. അതായത് മുട്ട് മടക്കിക്കൊണ്ട് സ്പൈൻ നേരെ നിർത്തിക്കൊണ്ട് വേണം നമ്മൾ ഒരു വെയിറ്റ് എടുക്കാനായിട്ട്. അതായത് നേരെ വളഞ്ഞു നിന്ന് എടുക്കാതെ മുട്ട് മടക്കിയിട്ട് നമ്മുടെ സ്പൈൻ കറക്റ്റ് ആയിട്ട് വരുന്ന രീതിയിൽ വേണം എപ്പോഴും വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാനായിട്ട്. അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത്തരത്തിൽ വളരെ ചെറിയ ചില സ്റ്റെപ്പുകൾ എടുക്കുന്നതിലൂടെ തന്നെ നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ ഭാവിയിൽ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കട്ടെ.